അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. റീൽസ് കാണും, മോട്ടിവേഷൻസ് ആയിട്ടുള്ള വീഡിയോസുകൾ കാണും, അതിൽ ഇൻസ്പയർഡ് ഒക്കെ ആകും, എല്ലാം ചിന്തിച്ചൊക്കെ വെക്കും. പക്ഷെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കില്ല. ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇത് അലക്കി ഉണങ്ങിയ തുണി മടക്കി വെക്കുകയൊന്നും അല്ല കേട്ടോ. എൻ്റെ റീസെല്ലിംഗ് ഗ്രൂപ്പിലെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് വീഡിയോ കോൾ വിളിച്ചപ്പോൾ എടുത്ത് കാണിച്ച ഈ ഡ്രസ്സുകളെല്ലാം വാരി വിതറി കിടക്കുന്നതാണ്. രാത്രി 11 മണിയായി. ഇനി എൻ്റെ വീട്ടിലെ കുറച്ച് ജോലികളും കൂടെ ഒതുക്കി ഈ തുണികളും മടക്കി വെച്ചിട്ട് രാത്രി ഒരു 12 മണിക്ക് ശേഷം, ഒരു 12:30 ആവും ഇന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ കഷ്ടപ്പാടുണ്ട് ജീവിതത്തിനല്ലേ. കഷ്ടപ്പെടാതെ 10 പൈസ നമുക്ക് സമ്പാദിക്കുവാനൊന്നും പറ്റില്ല. വരുമാനം ഉണ്ടാക്കാനും സമ്പാദിക്കാനും ഒന്നും പറ്റില്ല. ഇനി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയാലും പോരാ, അത് കൃത്യമായ ആസൂത്രണത്തിലൂടെ വളരെ സമർത്ഥമായിട്ട് ആ പണം കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പണം സമ്പാദിക്കുവാനും സാധിക്കുന്നു കേട്ടോ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നാൽ ഒരുപാട് പണം മുടക്കാതെ ചെറിയ ഒരു തുക മുടക്കിക്കൊണ്ട് വീട്ടിൽ സാധനങ്ങൾ വരുത്തി അതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഡ്രസ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വലുതായി കഴിയുമ്പോൾ, ആ ബിസിനസ് ഒക്കെ വളർന്ന് വലുതായി കഴിയുമ്പോൾ പിന്നെ വേറെ ഹോൾസെയിലൊക്കെ ആയിട്ട് വാങ്ങി നല്ലൊരു ബോട്ടിക്കൊക്കെ ആയിട്ട് തുടങ്ങാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഡ്രസ് ബിസിനസ്സിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാനൊന്ന് മൈക്കൊന്നും ഉപയോഗിക്കാതെ സംസാരിക്കണേ, ചിലപ്പോൾ കുറച്ച് വോയിസിന് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു ചുരിദാർ സെറ്റാണ്. ഈ ടോപ്പിനും ഈ പാന്റിനും കൂടെ ആകെ 250 രൂപയുള്ളൂ കേട്ടോ. ഞാൻ തരുന്ന വിലയാണ് 250 രൂപ. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും. ഇത് കുറച്ച് ഹോൾസെയിലായിട്ട് എടുക്കണം, തോനെ എടുക്കണ്ട, കുറച്ച് എടുത്താൽ മതി. ഒരു 4-5 പീസൊക്കെ ഒരുമിച്ച് എടുക്കണവർക്ക് ഞാൻ ഈ ഹോൾസെയിൽ റേറ്റ് തരാം കേട്ടോ. അതുപോലെ നൈറ്റികളുണ്ട്. ഞാൻ എൻ്റെ കടയിൽ 280 രൂപയ്ക്ക് 280 രൂപയ്ക്ക് വിൽക്കുന്ന നൈറ്റികളാണ്. നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ട് 210 രൂപയ്ക്ക് തരാം. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ്. അതുപോലെ സാരികളുണ്ട്. നല്ല വിചിത്ര സിൽക്കിൽ വരുന്ന സാരികൾ ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാരികളാണ് കേട്ടോ. ഇത് പല ഡിസൈനിൽ വരും, പല മോഡലുകളിലൊക്കെ വരും. മെറ്റീരിയൽ ഇതായിരിക്കും, ഇങ്ങനത്തെ പ്രിന്റിങ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ വില വന്നിട്ട് 290 രൂപയ്ക്കാണ് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത്. വിത്തൗട്ട് ബ്ലൗസ് ആണ്, ഇതിന്റെ കൂടെ ബ്ലൗസ് ഒന്നുമില്ല, സാരി മാത്രമേ ഉള്ളൂ. ഇത് ഹോൾസെയിലായിട്ടാണെങ്കിൽ ഞാനൊരു 230 രൂപയ്ക്ക് തരും. അപ്പോൾ ഡ്രസ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ചെറിയ മുതൽ മുടക്കിക്കൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഇത് ഞാൻ എൻ്റെ ഷോപ്പിൽ തന്നെ വിൽക്കുവാനായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഹെൽപ്പായിട്ടൊരു മിനിമം ഒരു 1000 രൂപയുടെ പർച്ചേസൊക്കെ ചെയ്യുന്നവർക്ക് ഹോൾസെയിലായിട്ട് തരാം. പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരാം. നിങ്ങളുടെ വീട്ടിലെത്തും സാധനം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പോകണ്ട, അതുപോലെ യാത്രയൊന്നും ചെയ്യണ്ട, അതിനുള്ള യാത്രാക്കൂലി മുടക്കണ്ട, ഇത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കണ്ട. നിങ്ങൾക്ക് ഈ കണ്ടിഷ്ടപ്പെടുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് എന്നെ വിളിച്ച് ഓർഡർ ചെയ്യാം. മാത്രമല്ല നമുക്കൊരു റീസെല്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ലാഭം ആദ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെ നമ്മുടെ റീസെല്ലിംഗ് ഗ്രൂപ്പിൽ ചേർന്നുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ ഞാൻ പിൻ ചെയ്യുക ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക്, അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് ആ ഗ്രൂപ്പിൽ ഓരോ ദിവസം വെയിറ്റ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ ഏകദേശം 10 മണിക്ക് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് തരും റീസെല്ലിങ്ങിനുള്ള. ഇപ്പോൾ നിലവിൽ നമുക്ക് ഡ്രസ്സിന്റെ ബിസിനസ് ആണ് കേട്ടോ ഉള്ളത്. ഒരു ഓർഡറിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും മിനിമം 70 രൂപയെങ്കിലും കിട്ടും. സാരികളുടെ ഒക്കെ ഓർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 100 രൂപയെങ്കിലും ലാഭം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ആ ബിസിനസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 120 രൂപയുടെ ഒരു ചുരിദാർ ടോപ്പാണ് കേട്ടോ. ധാരാളമല്ലേ ഡെയിലി യൂസിന് ഓഫീസിലൊക്കെ പോകാനായിട്ട്. ഇത് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് തരുന്ന റേറ്റ് ആണ് പറഞ്ഞത്. ഇത് എൻ്റെ റീസെല്ലിംഗ് ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പൊ അതുപോലെ നല്ല സാരികളുണ്ട് കേട്ടോ. പാർട്ടി വെയർ ആയിട്ടുള്ള സാരികളുണ്ട്. കണ്ടോ, ഇത് വിത്ത് ബ്ലൗസ് ആണ്. നല്ല കളറല്ലേ, അത്യാവശ്യം നല്ല സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ പറ്റിയ നല്ല കളറാണല്ലേ. ഇത് ആരും വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാന്ന് വിചാരിച്ചിരിക്കണതാണ് കേട്ടോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഡ്രസ്സിന്റെ ബിസിനസ് തുടങ്ങിയ പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനവും എനിക്ക് കിട്ടാറില്ല. അത് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കൊശവൻ ഓട്ടക്കലത്തിലെ കഞ്ഞി വെക്കുള്ളൂ എന്ന് പറയണ പോലെയാ. നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങി വിൽക്കും,
ഒന്നും എനിക്ക് വെയർ ചെയ്യാൻ പറ്റൂല. ഞാൻ ആഗ്രഹിച്ച് വെക്കുന്ന ഈ ഡ്രസ്സുകൾ പോലും, നോക്കി വെക്കുന്ന ഡ്രസ്സുകൾ പോലും ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആയിരിക്കും കടയിൽ വന്നിട്ട് ഇതെനിക്ക് വേണമെന്നൊക്കെ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ എടുത്തങ്ങ് മാറ്റി വെക്കണം. ഈ സാരി എങ്ങനെയുണ്ട്? ഇത് കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിലും കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിലും പറ്റിയൊരു സാരിയാണല്ലേ. ഒരു ഗ്രേ കളറില്, മെറൂൺ അല്ല കേട്ടോ, ഒരു ആഷ് കളറും മെറൂണും അല്ലെങ്കിൽ അതിനോടൊക്കെ സാമ്യമുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത്. നല്ല വിത്ത് ബ്ലൗസ് ഒക്കെയാണ് കേട്ടോ. ഇതും നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാവുന്ന സാരികളൊക്കെയാണ് കേട്ടോ. എന്തായാലും കുഴഞ്ഞ് ഇനി ഇതെല്ലാം മടക്കി വെച്ചേ പറ്റൂ. ഈ ടോപ്പൊക്കെ കണ്ടോ, നല്ല ലഹരിയ പ്രിന്റിൽ വരുന്ന XXL സൈസുള്ള ടോപ്പുകളാണ്. 250 രൂപയാണ് വിലയുള്ളൂ. അതുപോലെ നൈറ്റികളുണ്ട്, 200 രൂപയുടെ ചുരിദാർ കെട്ട് നൈറ്റികളൊക്കെ ഉണ്ട് കണ്ടോ. ഇങ്ങനത്തെ കുറച്ച് നൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഷോപ്പിൽ ഞാൻ 290 രൂപ 280 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന നൈറ്റികളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 230 രൂപയ്ക്ക് ഹോൾസെയിലായിട്ട് തരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിടത്തുനിന്ന് ഹോൾസെയിലായിട്ട് വാങ്ങി എനിക്ക് റീറ്റെയിലായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന നൈറ്റികളും ഡ്രസ്സുകളും ഒക്കെയാണ് കേട്ടോ. അത് ഞാൻ വലിയ ലാഭം എടുക്കാതെ, നിങ്ങൾ ആലോചിക്കണം, മിനിമം 1000 രൂപയുടെ പർച്ചേസാണ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് തരുന്നത്. അങ്ങനെ ആരും തരില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾസെയിലാന്ന് പറഞ്ഞാലും ശരി, എല്ലാ ഐറ്റങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ആൾക്കാർ ഓർഡർ തരുള്ളൂ. അവരെ അറ്റൻഡ് ചെയ്യണം. അത് ഭയങ്കര സമയം മെനക്കേട് പിടിച്ചിട്ടുള്ളൊരു പണി തന്നെയാണ്. ഇപ്പൊ ഒരാൾ അറ്റൻഡ് ചെയ്തതിന്റെ ആണ് ഈ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ കൂടി എടുക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതെല്ലാം മടക്കി വെക്കണം. നല്ല പണിയുണ്ട്. നമ്മൾ വിചാരിക്കും ഡ്രസ്സിന്റെ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കടയിലിരുന്ന് സാധനം കാണിച്ച് കൊടുത്തിട്ട് പൈസ വാങ്ങിക്കുന്നു. പക്ഷെ നല്ല പണിയുള്ള ഒരു നല്ല ജോലി, ശരീരം വേർക്കുന്ന ജോലിയുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഡ്രസ്സിന്റെ റീറ്റെയിൽ ബിസിനസ്. ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എടുത്ത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതുപോലുള്ള ടീഷർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ലേഡീസിനുള്ള. അത് വലിയ വിലയൊന്നുമില്ല. ഒരു പീസിന് 90 രൂപ വെച്ചൊക്കെ തരാം. നിങ്ങൾക്ക് 150 രൂപ വരെ MRP ഇടാവുന്ന പ്രൊഡക്റ്റുകളൊക്കെയാണ്. അപ്പം ഇതൊക്കെ എത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വലിയ ഷോപ്പൊന്നും അല്ലല്ലോ, ചെറിയ കടയാണ്, കുഞ്ഞി കടയാണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. എന്തായാലും നല്ല രീതിയിലൊക്കെ പോകുന്നു. കടയും കച്ചവടവും കാര്യങ്ങളും നമ്മുടെ റീസെല്ലിങ്ങിന്റെ ബിസിനസ്സൊക്കെ ആയിട്ട് ഡെയിലി നല്ലൊരു ഇൻകം തന്നെ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും അതുപോലെയൊക്കെ ആവണമെങ്കിൽ, ചെറിയൊരു തുടക്കം ഇടണമെങ്കിൽ ഇതുപോലെ എൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ചെറുതായിട്ട് നമ്മൾ തുടങ്ങുക. എന്തെങ്കിലും തുടങ്ങണം, ചെയ്യണം, ഒരു സംരംഭമൊക്കെ തുടങ്ങി വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. റീൽസ് കാണും, മോട്ടിവേഷൻസ് ആയിട്ടുള്ള വീഡിയോസുകൾ കാണും, അതിൽ ഇൻസ്പയർഡ് ഒക്കെ ആകും, എല്ലാം ചിന്തിച്ചൊക്കെ വെക്കും. പക്ഷെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ അതിനു വേണ്ടി ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് തുടങ്ങുക. സ്ത്രീകൾക്ക് എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഡ്രസ് ബിസിനസ്. അത് ഓൺലൈനായിട്ട് നമ്മുടെ റീസെല്ലിംഗ് ബിസിനസ്സും ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ ഞാൻ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്യാം. ഞാനിപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു ഈ ഗ്രൂപ്പിന്റെ കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകളും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്താണ് കാണുന്നത്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. വീഡിയോയുടെ ഏകദേശം അവസാന ഭാഗം ആവാറായി. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുക. നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് വേറെ ഒരു കുഴപ്പം കൊണ്ടല്ല. നമ്മൾ അതിനായിട്ട് ചിന്തിക്കും, പ്ലാൻ ചെയ്യും, പല സ്വപ്നങ്ങളും കാണും. പക്ഷെ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും അതിനായിട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ആക്ഷൻ അതിനു വേണ്ടി എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഡ്രസ് ബിസിനസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ റീസെല്ലിംഗ് ബിസിനസ് തുടങ്ങാം. സ്റ്റോക്കൊന്നും എടുക്കാതെ, മുതൽ മുടക്കാതെ നമുക്ക് റീസെല്ലിംഗ് ബിസിനസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുറച്ച് സ്റ്റോക്കൊക്കെ എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കുക. കസ്റ്റമറുടെ കാര്യങ്ങളൊക്കെ, ആഗ്രഹങ്ങൾ, ടേസ്റ്റുകൾ, അഭിരുചികളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി അവരിലോട്ട് എത്തിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ മോട്ടിവേഷൻ വീഡിയോകൾക്കൊക്കെ ആയിട്ടും അതുപോലെ നമ്മുടെ കൂടെ ചേർന്ന് ഡ്രസ് ബിസിനസ് ചെയ്യുവാനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.